ഹലോ, ലൈഫ് വിത്ത് മോളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? സിമ്പിളായിട്ട് മത്തി പീര വെച്ചിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്നാൽ എൻ്റെ കൂടെ പോരൂ. മത്തി പീര വറ്റിക്കുന്നതിന് ആവശ്യമായ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. മത്തി നമ്മൾ ചെറിയ മത്തി കഴുകി വൃത്തിയാക്കി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. കഷ്ണമാക്കിയിട്ടില്ലെങ്കിലും സാരമില്ല. പിന്നെ നെത്തളാണെങ്കിലും നമുക്ക് പീര വറ്റിക്കാം. അത് പിന്നെ തേങ്ങ ഒരു മുറി തേങ്ങ, അതിൽ മഞ്ഞൾ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക മിക്സിയിൽ, ചെറുങ്ങനെ നല്ലോണം ആകണ്ട. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി. പിന്നെ ഒരു 5 ചെറിയ ഉടമ്പുളി എടുത്തിട്ടുണ്ട്, 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി അതും എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ചട്ടി, അതായത് മൺചട്ടിയിലാണ് ഇതുണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. ആദ്യം നമ്മൾ ചട്ടിയിലേക്ക് മീനിട്ടു. അതിന് ശേഷം തേങ്ങ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത തേങ്ങ അതിനകത്തിട്ട്, പിന്നെ സവോള, ചെറിയുള്ളി, ഉടമ്പുളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ചെറിയ സാധനം നമ്മളിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇപ്പോൾ ഇത്ര ഇട്ടു, പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് വെള്ളം നമുക്ക് കുറച്ചൊരു, ഇത് മാത്രം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, അധികം വെള്ളം ഒഴിക്കരുത്. സ്റ്റൗ കത്തിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചു. ഇത് കറക്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വറ്റണം. ഇത് കറക്റ്റായിട്ട് വറ്റി വരണം. അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം, എങ്ങനെ വറ്റിയോ എന്ന് നമുക്ക് തുറന്ന് നോക്കാം. നന്നായി ഡ്രൈ ആയി വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ കാച്ചിയതൊന്നുമല്ല, കാച്ചാത്ത വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ മുകളിലിങ്ങനെ ഒഴിച്ചു, 1 സ്പൂൺ വെളിച്ചെണ്ണ മതി, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കറിവേപ്പില കുറച്ചും കൂടെ, ആദ്യം ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. പിന്നെ നമുക്ക് ഈ പീര വറ്റിക്കുന്നതിൽ പിന്നെ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടാം, വിലുമ്പിക്ക ഇടാം, ഉടമ്പുളി ഇടാം. അത് ഏത് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഇപ്പം മാങ്ങേൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഉടമ്പുളി ഇട്ടത്. മാങ്ങ ഇട്ടാൽ ഇതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വറ്റിക്കഴിഞ്ഞ് റെഡിയായി. ഇത് നമ്മൾ ഓഫാക്കി, സ്റ്റൗ ഓഫാക്കി. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.